ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ഡിസ്പ്ലേയുടെ ഉള്ളതായിട്ടാണ്. നിങ്ങൾ വീണ്ടും വിചാരിക്കുക എന്താണ് ഈ നമ്മൾ സ്റ്റോൺ ടൂൾസ് ഒക്കെ ഇടിക്കുന്നത്. വീണ്ടും ഗൈസ് നമ്മൾ ചത്തിട്ടുണ്ടായിരുന്നു നൈസായിട്ട് വേറെ സ്ഥലമൊന്നും കണ്ടല്ലോ. വീണ്ടും നമ്മൾ മൈനിങ്ങിൻ്റെ ഇടയിൽ സഫക്കേറ്റായിട്ട് ചത്തിട്ടുണ്ട്. എന്തോ കുറച്ച് അയൺ വേണമായിരുന്നു, അത് മൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ മൈൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഞാൻ ഇറങ്ങിയായിരുന്നു, കളിച്ചിട്ട് ഇറങ്ങിയായിരുന്നു, സേവ് ചെയ്തിട്ട് ഇങ്ങനെ ഇറങ്ങിയായിരുന്നു. ഞാൻ തിരിച്ചറിയപ്പോൾ ഞാൻ സ്റ്റോണിൻ്റെ ഇടയിൽ സഫക്കേറ്റ് ആയെന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നു. എന്തോ ബഗ്ഗായി സഫക്കേറ്റായി ചത്തു. ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ നിന്ന് ഐറ്റംസൊക്കെ റീസ്പോണായിപ്പോയി. എന്നുവെച്ചാൽ ഞാൻ ചത്തത് ഞാൻ കയറിയതിന് ശേഷമാണ് ചത്തതെങ്കിലും ഐറ്റംസൊക്കെ ആ സഫക്കേറ്റ് ആകുമ്പോൾ ചുറ്റിനും മറ്റേ ഈ സ്റ്റോണിരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ അകത്തൂടെ കയറി പോകുന്നത് വെച്ച് ഞാൻ അതെല്ലാം പൊളിച്ച് നോക്കി, അതിനകത്തൊന്നും ഇല്ല. അന്നേരം സഫോക്കേറ്റായി ചത്തുകൊണ്ട് തന്നെ അത് മൊത്തം ഡീസ്പോണായി പോയിട്ടുണ്ട്. പിന്നെ ആ ദേശത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ പിന്നെ ഒരു ബ്രീഡറൊക്കെ പണിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ട്രേഡിംഗ് ഹാള് പണിയാനുള്ള പണിയായിരുന്നു. അയൺ ഫാമൊക്കെ പറ്റിയ പണിയാന്ന് വെച്ചു, ട്രേഡിംഗ് ഹാള് പണിയാന്ന് വെച്ചുകൊണ്ട് അതിങ്ങനെ പണിയാൻ വേണ്ടി അതൊക്കെ പണിഞ്ഞ് വെച്ചിട്ട് അവൻ്റെ കുഴിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചെറിയ അണ്ടർഗ്രൗണ്ട് ട്രേഡിംഗ് ഹാളായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇത് എന്താണ് അവിടെ നിന്നൊരു ആ ടൈമിൽ ഞാൻ ഇത് എടുക്കാൻ വേണ്ടി അവിടെ കുഴിയിലെടുത്താണ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു സ്റ്റോൺ ടൂൾ എടുത്തുകൊണ്ട് ഒരു സ്റ്റോൺ പിക്കാക്സ് എടുത്തുകൊണ്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങിയത്. പിക്കാക്സ് എടുത്തുകൊണ്ട് നമ്മളവിടെ നിന്ന് പോകുന്നത്. പിക്കാക്സ് എടുത്തുകൊണ്ട് ആ കുഴിക്കാൻ പോയി. അന്നേരം ആ പിക്കാക്സും പിന്നെ ഒരു സ്റ്റോണും ഒരു ആക്സും ഉണ്ടാക്കിയിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഒരു ബോട്ടും പിന്നെ അവിടെ ഇരുന്ന് ഒരു രണ്ട് ഡയമണ്ടും എടുത്തുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി. ഫുഡ് എനിക്ക് വന്ന് 12 ക്യാരറ്റ് ഇട്ടത്, അത് ഞാൻ വരുന്ന വഴിയിൽ തിന്നുകയും ചെയ്ത് ഒരു പന്നിക്ക് കൊടുക്കുകയും ചെയ്ത് ഇടയ്ക്ക് വന്ന്. പിന്നെ അവിടെ നിന്ന് ഈ ഒരു അതിൻ്റെ അപ്പുറത്തൊരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ നിന്നാണ് ഞാൻ ഇതിപ്പോൾ ഈ ഒരു പോർക്കൊക്കെ ചെയ്ത് കുറേ പന്നിയെ കൊന്നതിന് ശേഷമാണ് എനിക്ക് ഈ പോർക്കൊക്കെ കിട്ടിയത്. അതുകൊണ്ട് ഈ നമ്മുടെ ഇവോ ഇവിടെ പോണ്ട് പൈലറ്റ് വീര് ട്രൈഡിൻ്റെ വീര് ഓക്കെ. എന്താണെങ്കിലും നമ്മളവിടെ ബേസിലായിട്ട് അവിടെ നിന്ന് ഇറങ്ങി അതുകൊണ്ട് വീണ്ടും ഇവിടെ വന്നിരിക്കുന്നത്. അത്രയും നല്ലൊരു ബേസ് ഇവിടെ എടുത്തിട്ട് നമ്മുടെ ബേസിൽ ഇരുന്നൊരു ആ വീടിൻ്റെ അകത്തുള്ള ബെഡ് കൊടുത്തുള്ള ബേസ്. ഈ സ്റ്റോൺസൊക്കെ അതിൻ്റെ അവിടെ നിന്നുള്ളതായിരുന്നു. കുറച്ച് വുഡും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള എല്ലാം ഇവിടെ വന്ന് ഓരോരുത്തന്മാർ കൊന്നതിന് ശേഷം കിട്ടിയ സാധനങ്ങളാണ് ഇതൊക്കെ. അയ്യോ, എറിഞ്ഞ് ചാവാൻ സാധനം കേട്ടോ. കുഞ്ഞാണ് കേട്ടോ ഈ മാർക്ക് നോക്കാനായിരുന്നു. പോട്ടെ, അപ്പോൾ ഇങ്ങോട്ട് വരൂല, അങ്ങനെ നമുക്ക് കൊടുക്കാം ഗീസ്. അവന് അണ്ണാക്കിലിട്ട് അവൻ വരുമെന്ന് നോക്കാം ഗീസ്. ആ സൈഡിൽ വന്ന് ഇപ്പുണ്ട്. സ്ട്രൈഡിൻ്റെ അവൻ പോയി ഗൈസ്. എന്ത് കഷ്ടമാണ്. ഇപ്പോൾ ഇടയ്ക്ക് നൈറ്റായ സമയത്ത് ഞാൻ ഇവിടെ ഇങ്ങനെ ഓഫാക്കിയിട്ട് ഇങ്ങനെ AFK ചെയ്യുന്ന സമയത്ത് നൈറ്റ് ആവാറായപ്പോൾ ഒരു ഈ ചൂണ്ടയും കൊണ്ടുവന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ കയറി കടന്ന് നോക്കുമ്പോൾ ഇച്ചിരി കഴിഞ്ഞ് സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ അടുപ്പുരത്ത് ഇവിടെ ഇരിക്കുന്നു. പിന്നെ ഞാൻ കൊന്നു. അവൻ്റെ ഒരു ചൂണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത്ര ഐറ്റംസൊക്കെ ഉള്ളതാണ്. ഈ ഡിസ്പ്ലേറ്റും ഇതൊക്കെ അവിടെ നിന്ന് നമ്മുടെ ആ വേസിൻ്റെ അവിടെ നിന്ന് നമ്മൾ മൈൻഡ് ചെയ്തപ്പോൾ കിട്ടിയായത്. നമ്മൾ സാധനം ഡെസ്പോണായ നോക്കാൻ പോയപ്പോൾ എടുത്താണ്. ഡീപ് സ്ലൈറ്റ് നേരത്തെ എൻ്റെ ഇരുന്നതാണ്. ഞാൻ ആവശ്യത്തിന് ബ്ലോക്ക് വേണമെന്ന് വെച്ചുകൊണ്ട് എടുത്താണ്. ഫുഡ് അവിടെ നിന്ന് എടുത്താണ്. ഈ സ്പ്രൂസിൻ്റെ സാപ്ലിങ്സിൻ്റെ ആണ് നമ്മൾ നേരത്തെ ഒരു വില്ലേജിൻ്റെ അവിടെ വന്നായിരുന്നല്ലോ. ആ വില്ലേജിൻ്റെ അവിടെ ആ സാധനം ഡീസ്പോൺ ആയിട്ടില്ലായിരുന്നു. അവിടെ അപ്പുറത്ത് സ്പ്രൂസ് ഉണ്ടായിരുന്നു, സ്നോ ബയോമായിരുന്നു. അവിടെ ഡീസ്പോൺ ആയിട്ടില്ലായിരുന്നു. അവിടെ കട സാപ്ലിങ് ഈ ഒരു ബെറിയാണ് നമ്മൾ സ്വീറ്റ് ബെറീസ് എന്ന് പറഞ്ഞ ഈ സാധനമാണ് നമുക്കൊരു ഇടയ്ക്കൊരു വലിയ നിന്ന് കിട്ടിയതാണ്. ഇപ്പോൾ ഈ ആണെങ്കിൽ നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ വീടൊന്നുമില്ല. ബ്രീഡറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനി ഞാൻ ഒരു ഇതെടുത്തേക്കുവാണ് ഒരു എന്തായാലും ഇനി അങ്ങോട്ട് തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ഡയമണ്ട് ആർമറും ഇത്തായുണ്ടോ ഫുൾ ഡയമണ്ട് ടൂൾസും പിന്നെ കുറച്ച് അധികം സ്റ്റാക്കായിട്ടുള്ള അയണുമായിട്ട് നമ്മൾ അങ്ങോട്ട് തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ. കാരണം അവിടേക്ക് എന്തോ പ്രശ്നമുണ്ട് ഈ സൈഡിക്ക്. നമ്മൾ ഡയമണ്ട് അവിടെ നിന്ന് മെയിൻ അവിടെ ആകത്തില്ല, എന്തോ പ്രശ്നമുണ്ട്. നമ്മളിപ്പം എന്താ ചെയ്യുക. ഇത് ഞാനിപ്പോൾ നട്ടാണ് 4 സ്റ്റാപ്ലിങ്ങിനോട് വെച്ചിട്ട്. അത് നമുക്ക് തന്നില്ല. നമുക്ക് എന്തെങ്കിലും ഇതെന്താണ് ചൂണ്ട വെച്ച് നമുക്ക് സ്നോ ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് കിട്ടിയ വലിയ സ്നോ ബയോമെന്ന് കിട്ടിയാണ് കേട്ടോ. അവിടെ നിന്ന് കുറേ ദൂരം നമ്മൾ ട്രാവൽ ചെയ്ത് നമ്മുടെ കോർഡിനേറ്റ്സ് വെക്കുകയാണെങ്കിൽ നമുക്കറിയാം. നമുക്ക് എന്തായാലും ചെറിയ ചൂണ്ടിട്ടുണ്ട്. എല്ലാം കൊള്ളുന്ന നോക്കട്ടെ.
ഇതെങ്ങനെ ഇതെടുക്കുന്നത് എനിക്കറിയില്ല. എനിക്കിത് ചൂണ്ടത്തോടെ അറിയത്തില്ല. ചൂണ്ടിടാൻ അറിയത്തില്ല. ഇതെങ്ങനെയാണ് ചൂണ്ടിടാൻ അറിയത്തില്ല. ഉമാരൊന്നും പെടുന്നു പോരില്ല. അവർക്ക് സൈഡിൽ കൂടെ എന്തിനും കിടക്കും. എനിക്ക് ചൂണ്ടിടാൻ അറിയത്തില്ല. എനിക്കറിയത്തില്ല ചൂണ്ടിടാൻ. എന്തായാലും നമുക്ക് ഈ ഒരു ഇത് പറയാനൊക്കെയാണ് എന്തായാലും അടുത്ത വീഡിയോ വരികയാണെങ്കിൽ നമ്മൾ ഡയമണ്ട് ആർമറായിട്ടൊക്കെ വരും. ഡയമണ്ട് ആർമറൊക്കെ നഷ്ടപ്പെട്ട് ഇന്നലെയാണ്. അത് മാർച്ച് 2, 2025 ഒക്കെ. ഇന്ന് മാർച്ച് 3 ഇന്ന് SSLC എക്സാം നടക്കുന്ന ടൈമാണ്. അപ്പോൾ SSLC എക്സാം എഴുതാൻ പോയ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എന്തായാലും ഞാൻ വീഡിയോ ചിലപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇടയ്ക്കുള്ളൂ. എന്തായാലും ഡേറ്റ് പറഞ്ഞ് വെച്ചേക്കാം. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കാണുന്നതിന് ആയിട്ടാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. 1K+ സബ്ബുണ്ട്. ഇതിനെക്കാട്ടി കൂടുതൽ സബ്ബുണ്ട്. നമ്മൾ ആദ്യം തുടങ്ങിയ ചാനലാണ് മാത്രമാണ് ഇത് ഫസ്റ്റ് ചാനൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് 112 സബ്ബേ ഉള്ളൂ. 1K+ സബ്ബുണ്ട്. 1357 സബ്ബ് ഉണ്ട്. ഇപ്പോൾ വീഡിയോ ഒന്നും വരുന്നില്ല. എന്തായാലും നമ്മൾ വീണ്ടും വീട്ടിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കുന്നത് നമ്മൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ ആ ചാനൽ സപ്പോർട്ട് ഉണ്ട്. ഗെയിമിംഗ് കണ്ടൻറ്റ് അല്ലാത്തതുകൊണ്ടാണ്. ഗെയിമിംഗ് കൊണ്ട് എല്ലാവരും തകർച്ചയിലാണ് ഇന്ത്യയിലൊക്കെ. അതുകൊണ്ട് തന്നെ വേറെ ഗെയിം പ്ലേ ഒന്നും ഇല്ല. എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ അടുത്തൊരു വീഡിയോ ഇടുന്നതായിരിക്കും. ഇസ്മി അഖിൽ ജമാ സൈനിങ്.